ഫ്രണ്ട്സ്, സോ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ്. അമ്മ ഉണ്ടാക്കി തരുന്ന പരിപ്പ് ചോറ് കഴിക്കാൻ ഒരു ക്രേവിങ്സ്. എന്നാൽ നമുക്ക് ഉണ്ടാക്കിയാലോ? ഏറ്റവും ഫസ്റ്റ് കുറച്ച് സാധനങ്ങൾ അരിഞ്ഞെടുക്കാനുണ്ട്. ഉള്ളി, തക്കാളി, അങ്ങനത്തെ. സോ അതൊക്കെ അരിഞ്ഞിട്ട് വരാം. എൻ്റെ കയ്യിൽ സവാള ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് ഉള്ളി അരിഞ്ഞെടുത്തു. ദെൻ ജിഞ്ചർ ഗാർലിക് ചതച്ചെടുത്തത്, മല്ലിയില, 1.5 തക്കാളി, കുറച്ച് പച്ചമുളക്, പിന്നെ കുറച്ച് കടുക്, ഉണക്കമുളക്, ജീരകം, സ്റ്റാർ ആൻഡ് റൈസ്. 1 കപ്പ് റൈസ്, 1/4 കപ്പ് പരിപ്പ് ഞാൻ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ രാത്രി. പിന്നെ ബട്ടർ ആൻഡ് ഓയിൽ ഒഴിച്ചു കൊടുത്തു പാനിൽ. ദെൻ കടുക് ഇട്ട് അതൊന്ന് നല്ലോണം ഒന്ന് മൂത്ത് വന്നപ്പം ഞാൻ ബാക്കിയുള്ള ഉണക്കമുളക് സാധനങ്ങൾ ഇട്ടു. അതൊന്ന് മൂത്ത് വന്നപ്പോൾ ഞാൻ ഉള്ളി ഇട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുത്തു. ഉള്ളി ഒന്ന് വാടി വന്നപ്പോൾ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുത്തായിരുന്നു. ദെൻ അതൊന്ന് മൂത്ത് വന്നപ്പം തക്കാളി പച്ചമുളക് ഇട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുത്തു. സോ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുത്തു. പിന്നെ ഒരു കുഞ്ഞി സ്പൂൺ സാമ്പാർ പൊടി ഇട്ട് കൊടുത്തു. സോ ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം. എന്നിട്ട് ഞാൻ സോക്ഡ് റൈസ് ഇട്ടു. സോ 1 കപ്പ് റൈസിന് 2 കപ്പ് വെള്ളം എന്നുള്ള രീതിക്കാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത്. ഇത് ചൂടുവെള്ളമാണ് കേട്ടോ. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തു. ദെൻ അത് അടച്ചിട്ടൊരു 15 മിനിറ്റ്സ് വേവാൻ വെച്ചു. തുറന്നപ്പോൾ നല്ല സ്മെല്ലും വരുന്നുണ്ടായിരുന്നു. നല്ല അടിപൊളിയായിട്ട് കുക്കായിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് കുക്കായിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് തുറന്നപ്പോൾ തന്നെ ആ ഒരു സ്മെല്ലടിച്ചിട്ട് എനിക്കത് കഴിക്കാൻ ഭയങ്കര ടെംപ്റ്റിംഗ് ആയിരുന്നു. അങ്ങനെ ഞാൻ വേഗം അത് പ്ലേറ്റിലേക്ക് ആക്കി. കുറച്ച് റൈസും കുറച്ച് സാലഡും കുറച്ച് അച്ചാറും ഇങ്ങനെ എടുത്ത് നല്ലോണം കുഴച്ച് എന്നിട്ട് അതെടുത്ത് വായിലിട്ടപ്പോൾ വാവ്, റിയലി അമേസിങ്. ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഗൈസ്, അടിപൊളി.